ഇത് ആരെന്റെ പണ്ട് പറഞ്ഞ കൈ പോയല്ല പൂ ചോദിച്ചപ്പോ പൂന്തോട്ടം എടുത്തു തന്നെന്ന്. അതിൽ പറയണം കേട്ടോ, അതില് സുൽത്താന്റെ വ്യൂവർ ആണോ പ്യൂർലി അതെ നമ്മുടെ സലു കിച്ചന്റെ ആളായിരുന്നോ? ഇന്നത്തെ നമ്മളുടെ 6 മണിക്കുള്ള പ്രഭാതമാണ് ഈ കാണുന്നത്. ഇന്നത്തെ ആകാശത്തിന് എന്തോ ഒരു ഭംഗിയുണ്ട്, നോക്കിക്കേ. നല്ല ഓറഞ്ച് കളർ ഇങ്ങനെ അവിടെ അവിടെ ആയിട്ടുണ്ട്. സുൽത്താനെ നീ അടുത്ത് എന്ത് ഓർഡർ കൊടുത്തു? പിന്നെ ഇലക്ട്രോണിക്സ് മൈക്ക് എവിടെ എന്താണെന്ന് തോന്നുന്നു. നിനക്ക് വ്യൂവേഴ്സ് അയച്ചു തരാൻ തുടങ്ങിയ? എനിക്കൊന്നും മിക്കവാറും എല്ലാം നിന്റെ ആൾക്കാർ തന്നെ ആയിരിക്കും സമീ. ഒന്നെങ്കിൽ ലൈവ് സ്ട്രീമിൽ ഞാൻ പാട്ട് പാടിയില്ല, അപ്പൊ ചോദിച്ചു ഓ നല്ല പാട്ട്, അപ്പൊ മൈക്ക് കൊടുക്കാൻ അന്ന് അവൻ പറഞ്ഞു മൈക്ക് ശരിയല്ലെന്ന് പറഞ്ഞു. അത് ലൈവ് സ്ട്രീമിന് മൈക്ക് ക്ലിയർ അല്ലായിരുന്നു, അപ്പൊ ചിലപ്പം അതിനായിരിക്കും. അപ്പൊ എന്തായാലും താങ്ക് യു അതുൽ. പേര് പറയേ? അതുൽ 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 ATHUL അതുൽ. അതിൽ പറയണം കേട്ടോ, അതില് സുൽത്താന്റെ വ്യൂവർ ആണോ പ്യൂർലി അതെ നമ്മുടെ സലു കിച്ചന്റെ ആളായിരുന്നോ? അതിലിന്റെ അമ്മ ചിലപ്പം നിന്റെ വ്യൂവർ ആയി. അതിൽ നിന്നായിട്ട് മലയാളി ആയിരിക്കും ഇവിടെ. മലയാളി ആയിരിക്കും. 1000 രൂപയുടെ 1000 രൂപയുടെ ഗോളടിച്ചാൽ ഇതുപോലെ ഗിഫ്റ്റ് ഒക്കെ കിട്ടും. റിസ്വാൻ അറിയണ്ടേ, അപ്പൊ റിസ്വാൻ ചോദിക്കും വേണമെങ്കിൽ എനിക്കും അയച്ചു തരാൻ പറയും. താങ്ക് യു സോ മച്ച്. ഇതെന്താ കണക്ട് ചെയ്യണ്ടേ? കമ്പ്യൂട്ടറിലോട്ട് കണക്ട് ചെയ്യാം. അടിപൊളിയുടെ USB മൈക്ക് പരിപാടി കൊള്ളാല്ല. അപ്പൊ എനിക്ക് എന്തെങ്കിലും ചോദിച്ചാലും അയച്ചു തരുവരെ. എന്തോന്നടേ ഇത്? ഇത്രയും പറിച്ച അടുത്തൊരു എല്ലാം മേലത്തെ കൊമ്പിലായിരുന്നു, നേരെ പിടിച്ചപ്പോ കൊമ്പോടെ ഊരി വന്നു. ഇത് ആരെന്റെ പണ്ട് പറഞ്ഞ കൈ പോയല്ല പൂ ചോദിച്ചപ്പോ പൂന്തോട്ടം എടുത്തു തന്നെന്ന്. ഇത് അതുപോലെ ആയിപ്പോയി സരുവേ. എത്ര ഡോളറിന് മുതലെന്ന് അറിയാം? അത് തന്നെ. അപ്പം ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ട് ഞാനിവിടെ സെല്ലാ റൈസാണ് എടുത്തിരിക്കുന്നത്. 3 കപ്പ് റൈസ് ഈ ബൗളിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് കഴുകിയിട്ട് കുറച്ചധികം വെള്ളം ഒഴിച്ച് കുതിരാനായിട്ട് അരമണിക്കൂർ മാറ്റി വെക്കും. അരി ഞാൻ നന്നായിട്ട് കഴുകിയിട്ട് ഇതുപോലെ വെള്ളം ഒഴിച്ച് എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇത് അരമണിക്കൂർ മാറ്റി വെക്കാം. ഈ സമയം കൊണ്ട് നമുക്ക് മുട്ടയും മസാലയും ഒക്കെ തയ്യാറാക്കിയെടുക്കാം. ഞാനിവിടെ പ്രഷർ കുക്കറിൽ ഒരു 5 മുട്ട പുഴുങ്ങാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിനാവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാണ്. ഇനി ഞാൻ പ്രഷർ കുക്കർ മൂടി വെയിറ്റ് ഇട്ടിട്ട് 1 വിസിൽ വരെ ഇത് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഒറ്റ വിസിൽ കേട്ടാൽ മതിയാവും. ഒറ്റ വിസിൽ കേട്ട് കഴിഞ്ഞ് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇതിനുള്ളിലെ സ്റ്റീം എല്ലാം മാറിയ ശേഷം ഞാൻ കുക്കർ ഓപ്പൺ ചെയ്ത് ഇത് പൊളിച്ചെടുക്കത്തുള്ളൂ. ഞാനിവിടെ ഒരു ഉണ്ട വെളുത്തുള്ളി അല്ലിയും ഇതുപോലെ 3 പച്ചമുളകും 1 പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഇത് ഇത്രയും ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. ഞാനിവിടെ 2 സവാള ചോപ്പ് ചെയ്തെടുക്കണം. ഒരു ബൗളിലേക്ക് ഞാൻ 3 മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ട് പാകത്തിനുള്ള ഉപ്പ് ഇട്ടൊന്ന് ഇളക്കിയെടുക്കണം. ഞാനൊരു സോസ് പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ട് ഇതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കണം. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് പൊടികൾ ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ ഗരം മസാല പൊടി. ഇത്ര ഇട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്ത ശേഷം നമുക്ക് ഈ പുഴുങ്ങി എടുത്ത് വെച്ചിരിക്കുന്ന മുട്ട ഇതിലേക്ക് ഇട്ടിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഒരുപാട് നേരമൊന്നും നമ്മളിത് ഇതിലേക്ക് ഇട്ടിട്ട് വഴറ്റണ്ട കേട്ടോ. അപ്പം ഇത്രയും മതിയാകും.
ഇനി ഞാൻ ഈ മുട്ട ഇതിൽ നിന്ന് മാറ്റുവാണ്. കറക്റ്റ് മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട് കേട്ടോ മുട്ടയിൽ. ഇനി ഇതേ പാനിലേക്ക് തന്നെ ഞാൻ വീണ്ടും 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. വീണ്ടും ഞാൻ 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 1/2 ടീസ്പൂൺ ഗരം മസാല പൊടിയും കൂടി ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്ത ശേഷം നമ്മൾ ഈ അടിച്ചു വെച്ചിരിക്കുന്ന മുട്ട ഉണ്ടല്ലോ, ഫ്ലെയിം പതുക്കെ ഒന്ന് കൂട്ടിക്കൊടുക്കാം. പൊടികൾ ഇട്ടിരിക്കുന്നതുകൊണ്ടാണ് ഫ്ലെയിം കുറച്ച് വെച്ചത്. ഈ മുട്ട ഇതിലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് ഇളക്കിയെടുക്കാം. ജസ്റ്റ് ഒന്ന് ചൂടായ ശേഷം നമ്മളിതൊന്ന് ഇളക്കിയാൽ മതി. നമുക്ക് പതുക്കെ ഒന്ന് ഇതുപോലെ ഇളക്കി കൊടുക്കണം. ഇത് കണ്ടോ, മസാലയൊക്കെ ഈ മുട്ടയിലേക്ക് പിടിച്ചിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് സ്ക്രാമ്പിൾ ചെയ്ത് എടുക്കണം. തീരെ പൊടിയാക്കി എടുക്കണ്ട കേട്ടോ. ഞാൻ ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റുവാണ്. ഇനി ഞാൻ ഇതേ പാനിൽ തന്നെ 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതിലേക്ക് ഞാൻ 2 പീസ് പട്ട ഇട്ട് കൊടുക്കുകയാണ്, 3 ഗ്രാമ്പു, ഒരു 4 ഏലക്കായ, ഇത്ര ഇട്ട് കൊടുക്കാം. അതൊന്ന് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഈ അരച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഉണ്ടല്ലോ, അതിട്ടിട്ട് വഴറ്റി കൊടുക്കാം. ഇതോടൊപ്പം തന്നെ നമ്മൾ ഈ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന സവാളയും കൂടി ഇട്ട് ഇളക്കിയെടുക്കാം. ഇത് ഒരുപാട് വഴലണം എന്നൊന്നുമില്ല കേട്ടോ. ഇതുപോലെ ഒന്ന് വഴണ്ട് വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 1 ടീസ്പൂൺ ഗരം മസാല പൊടിയും കൂടിയിട്ട് ഇത് ഇളക്കി കൊടുക്കാം. ഇതുപോലെ ഇളക്കിയ ശേഷമാണ് ഞാൻ 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ പെരിഞ്ചീരകം വറുത്ത് പൊടിച്ചതും കൂടി ഇട്ടിട്ട് ഇളക്കിയെടുക്കുന്നത്. ഇതൊന്ന് ഇളക്കിയ ശേഷം ഞാനിവിടെ 2 ടൊമാറ്റോ ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ടൊമാറ്റോയും കൂടി ഇതിലേക്ക് ഇട്ടിട്ട് ഇളക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് റൈസിനും കൂടി ചേർത്തുള്ള ഉപ്പിട്ട് വേണം ഇളക്കിയെടുക്കാൻ. ഇത്രയും വഴണ്ടാലും മതിയാവും. ഞാൻ ഈ കപ്പിലാണ് 3 കപ്പ് റൈസ് എടുത്തത്. അപ്പോൾ ഇതേ കപ്പിൽ തന്നെ ഞാൻ 6 കപ്പ് വെള്ളം, തിളച്ച വെള്ളമാണ് എടുത്തിരിക്കുന്നത്. വെള്ളം ഒഴിച്ചിട്ട് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ബസ്മതി സെല്ല റൈസ് ആയതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇവിടെ 6 കപ്പ്, അതായത് 3 കപ്പ് റൈസിന് 6 കപ്പ് വെള്ളമാണ് എടുത്തിരിക്കുന്നത്. ഈ സമയം ഉപ്പൊക്കെ പാകത്തിനുണ്ടോയെന്ന് നോക്കണേ. ഇതുപോലെ നന്നായിട്ട് ഇത് തിളയ്ക്കുമ്പോഴേക്ക് ഞാൻ കുറച്ച് മല്ലിയില എടുത്തിട്ടുണ്ട്, അതും കൂടി ഇതിലേക്ക് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഈ ഡ്രെയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന അരി ഇതിലേക്ക് ഇട്ടിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതോടൊപ്പം തന്നെ ഞാൻ ഇതിലേക്ക് 2 ടീസ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കണം. പിന്നെ ഞാൻ മുഴുവനെയുള്ള ഒരു മുളക് നന്നായിട്ട് കഴുകിയിട്ടുണ്ട്, ഞെട്ടോടുകൂടി ഇട്ട് കൊടുത്തിട്ട് ഇത് നമുക്ക് മൂടി വെച്ചിട്ട് ഫ്ലെയിം കുറച്ച് മീഡിയത്തിനും ലോയ്ക്കും ഇടയിൽ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ഇത് വേവിച്ചെടുക്കാം. 10 മിനിറ്റ് ആകും, 8 മിനിറ്റോളം ആകും ഇതൊന്ന് കറക്റ്റായിട്ട് റെഡിയായി വരാനായിട്ട്. ഇപ്പോൾ ഒരു 7 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിൻ്റെ അടപ്പൊന്ന് മാറ്റി നോക്കുകയാണ്. കാണാൻ നല്ല ഭംഗിയുണ്ട്. അപ്പം ഞാൻ ഇതൊന്ന് ഇളക്കിയെടുക്കണേ. ഇനിയും വേകാനുണ്ട്, കുറച്ചുകൂടി വെള്ളം ഒന്ന് വറ്റാനുണ്ട്. നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. വെന്ത് കുഴയോ ഒന്നും ചെയ്യത്തില്ല കേട്ടോ. ഇനിയിപ്പോൾ അതേ കണ്ടോ, കുറച്ചുകൂടിയേ ഉള്ളൂ, ഒരു 2 മിനിറ്റിൻ്റെ കാര്യം കൂടിയേ ഉള്ളൂ. ഈ സമയം നമ്മൾ ഈ സ്ക്രാമ്പിൾ ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ട ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ഇട്ടിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ സമയത്തെ മിക്സ് ചെയ്ത് കൊടുക്കാവൂ കേട്ടോ. എല്ലായിടത്തും ഈ മുട്ട എത്തത്തക്ക രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. മൂടി വെച്ചിട്ട് നമുക്കിത് 2 മിനിറ്റും കൂടി വെച്ച് റെഡിയാക്കി എടുക്കാം. അപ്പോൾ വീണ്ടും 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് അടപ്പ് മാറ്റി നോക്കാം. നല്ല മണം വരുവാണ്. പാകത്തിനെല്ലാം റെഡിയായിട്ടുണ്ട്. അത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. കണ്ടോ, ഇത് നമുക്ക് ചൂടോടുകൂടി തന്നെ സെർവ് ചെയ്യാവുന്നതാണ്. നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ട ഞാൻ ഇതുപോലെ പകുതിയാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് വെച്ചിട്ട് നമുക്ക്
കുറച്ച് മല്ലിയിലയും കൂടി വിതറി ചൂടോടുകൂടി തന്നെ സെർവ് ചെയ്യാവുന്നതാണ്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന എഗ് ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിൽ ട്രൈ ചെയ്യാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും. അതുപോലെ തന്നെ നമ്മളുടെ സലു കിച്ചൻ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഈസി റെസിപ്പികൾക്കായി സലു കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്യുകയും അതിൻ്റെ ലിങ്ക് നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യാനും മറന്നു വരുതേ. അടുത്തിന് നമുക്ക് നല്ല റെസിപ്പിയുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ.